ടു സ്കൂളിന് വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. ആദ്യം തന്നെ കുറച്ച് നോട്ട് ബുക്സാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു നോർമലി ഒരു പൗച്ചാണേ, 169 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 2 കണ്ടെയ്നർ ബോക്സാണേ, കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന. അപ്പോൾ അത് 99 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. നല്ല കട്ടിയുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോംസിൻ്റെ കുറച്ച് പെൻസിൽസാണ് ഞാൻ ഈ വർഷമല്ല മിക്ക വർഷം വാങ്ങിക്കാറ്. അതുപോലെ 1-2 പാക്കറ്റ് അല്ലാതെ പെൻസിൽസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 180 രൂപ എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ വില. പിന്നെ ഈ ബോട്ടിലാണ് 49 രൂപയേ ഉള്ളൂ കേട്ടോ ബോട്ടിലിൻ്റെ വില. നല്ല ക്വാളിറ്റി ഉണ്ട് ബോട്ടിലും. അത് കഴിഞ്ഞിട്ട് ഈ 3 ടവൽസാണ് കേട്ടോ, 99 റുപ്പീസിനാണ് കേട്ടോ അതും വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊരൊറ്റ പാക്കറ്റിനകത്ത് സ്കെയിലും പെൻസിലും റബ്ബറും പിന്നെ 2 കൂട് പെൻസിലാണ് കേട്ടോ അതിലുള്ളത്. 2 ബോക്സ്. അതിൻ്റെ വില എത്രയാണ്, 149 രൂപയാണ് കേട്ടോ അത്. പിന്നെ ഈ ഫാബ്രിക് കാസ്റ്റിൻ്റെ ഒരു കളർ പെൻസിലല്ല, കളർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വെറും 150 റുപ്പിയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എനിക്ക് വേണ്ടി എടുത്താണ്ട് ഒരു പൗച്ച് പോലൊരു പേഴ്സ് 79 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ബ്ലാക്ക് ബ്യൂട്ടിയുടെ പെൻസിലാണ്, അത് 100 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറിൽ എഴുതാൻ പറ്റും. അത് കഴിഞ്ഞൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനമാണ് കേട്ടോ നമ്മൾ ബാക്ക് ടു സ്കൂളിന് വേണ്ടി വാങ്ങിച്ചത്. പിന്നെ ബാഗ് വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിഹക്കുട്ടിക്ക് ഈ പ്രാവശ്യം ഡാർക്ക് കളർ എടുക്കണമെന്ന് വിചാരിച്ചാണ് എടുത്തത്. കാരണം പെട്ടെന്ന് അഴുക്കാകുമ്പോൾ ഒരുപാട് കഴുകി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കമ്പനി ബാഗാണതും. അങ്ങനെ ബാഗും നല്ല ക്വാളിറ്റി ബാഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പല സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, ബാഗ് വാങ്ങിക്കാൻ പോയി പ്രത്യേകമാണ്, നോട്ട്സ് എടുക്കാൻ പോയി പ്രത്യേകമാണ്. അപ്പോൾ അങ്ങനെ പല ടൈമിലാണ് കേട്ടോ നമ്മൾ ഓരോന്ന് എടുക്കാൻ പോയത്. അതുകൊണ്ട് വീഡിയോസൊന്നും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലഞ്ച് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ലഞ്ച് ബാഗ് നല്ല ഭംഗിയായി തന്നെ ഇരിപ്പുണ്ട്, എന്നാലും പുതിയത് വേണമെന്ന് പറഞ്ഞ് വാശിയാണ്. അങ്ങനെ ഒരു അടിപൊളി ലഞ്ച് ബാഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലഞ്ച് ബാഗ് എടുക്കാൻ പോയപ്പോൾ തന്നെ നമ്മൾ ഷൂവും സോക്സും പിന്നെ നല്ലൊരു പൗച്ച് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഒരു പൗച്ചായിരുന്നേ. അതുപോലെ തന്നെ പിന്നെ ഓപ്പൺ ഷൂ ബ്ലാക്കാണ് ഇവർക്ക്. അപ്പം അങ്ങനെ ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇതൊരു ഇറേസറാണ് കേട്ടോ, അത് മിഹക്കുട്ടിയുടെ അച്ഛൻ മിഹക്കുട്ടിക്ക് വേണ്ടി എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.